അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2 ദിവസം മഴയും മഴക്കെടുതിയും ഒക്കെയായിരുന്നു നമ്മളുടെ വാർത്തയിൽ നിറഞ്ഞു നിന്നത്. തുലാവർഷം കനക്കുകയാണ്. ഒന്നല്ല, ഡബിൾ ന്യൂനമർദ്ദമാണ്. രാവിലെ മഴയില്ലെങ്കിലും വൈകിട്ട് ഇടിവെട്ടി മഴയാണ്. ഉച്ച കഴിയുമ്പോൾ കാലാവസ്ഥയുടെ സ്വഭാവം അങ്ങ് മാറും. ഇന്നലെ വൈകിട്ട് എറണാകുളത്തൊക്കെ ഇല്ലാത്ത മഴ പെയ്തു കഴിഞ്ഞു. ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡും കണ്ണൂരും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. പക്ഷേ 7 ഡാമുകൾ തുറന്നു തന്നെ നിൽക്കുന്നു. അഷിൻ ഡിയാഗോയും അർജുൻ മട്ടന്നൂരും ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷിൻ ഡിയാഗോ, ഗുഡ് മോർണിംഗ് അഷിൻ. എങ്ങനെയാണ് ഇന്ന് മൊത്തം സംസ്ഥാനത്തെ മഴ സാധ്യതകൾ? രാവിലെ ആകുമ്പോൾ പ്രസന്നമായ കാലാവസ്ഥ, ഉച്ച കഴിയുമ്പോഴേക്ക് ഇടിയും മഴയും മിന്നലും പിന്നെ അങ്ങോട്ട് മഴയും, ഇതാണ് അവസ്ഥ. ഇപ്പോൾ തലസ്ഥാനത്ത് മഴയില്ലെന്ന് തോന്നുന്നു. കേരളത്തിൽ ഒരിടത്തും കാര്യമായി മഴ രാവിലെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുല്ലപ്പെരിയാറിലേക്ക് ജലനിരപ്പ് താഴുകയും ചെയ്തിട്ടുണ്ട് അല്ലേ അഷിൻ ഡിയാഗോ? എന്താണ് പൊതുവെ കാലാവസ്ഥ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാവിലെ എന്തായാലും മഴയ്ക്കുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ സാധാരണ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത്. അറബിക്കടലിലെ നിലനിൽക്കുന്ന ചക്രവാത ചുഴി, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം, ഇവയുടെ ഫലമായാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ശക്തമായ മഴ പെയ്യുന്നത് എന്നുള്ളതാണ്. 24-ാം തീയതി വരെ ശക്തമായ മഴ തുടരും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നതും. നിലവിൽ എന്തായാലും ഇന്ന് 12 ജില്ലകളിൽ, കാസർഗോഡ് കണ്ണൂർ ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഞാൻ തലസ്ഥാനത്തെ നിലവിൽ എന്തായാലും രാവിലെ മഴ മാറി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രികളിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ രാവിലെ മുതൽ എന്തായാലും ഇപ്പോൾ മഴ മാറിയിട്ടുണ്ട്. തെളിഞ്ഞ കാലാവസ്ഥ എന്ന് പറയാൻ കഴിയില്ല, എങ്കിൽ പോലും മേഘാവൃതമാണ്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മഴയ്ക്കുള്ള സാധ്യതയുള്ളത്. മലയോര മേഖലകളിലേക്കും ഉച്ചയ്ക്ക് ശേഷം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥ. ശംഖുമുഖത്താണോ? അവിടെ മത്സ്യത്തൊഴിലാളികളൊക്കെ കടലിൽ പോകാൻ ഒരുങ്ങുന്നുണ്ട്. ഇന്നിപ്പോ മത്സ്യത്തൊഴിലാളികൾക്കും നിയന്ത്രണമില്ലെന്ന് തോന്നുന്നു. പക്ഷെ നല്ല തിരയൊക്കെ കാണുന്നുണ്ട്. അരുൺ, ഞാനുള്ളത് ശംഖുമുഖത്ത് തന്നെയാണ്. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് നിയന്ത്രണമുണ്ട്. 24-ാം തീയതി വരെ കേരള, കർണാടക, തമിഴ്നാട് തീരങ്ങളിൽ കടലാക്രമണത്തിനും അതുപോലെ തന്നെ കടൽ പ്രക്ഷുബ്ധമാകാനുമുള്ള സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഞാൻ നേരത്തെ ഇവരോട് ചോദിച്ചിരുന്നു, മുന്നറിയിപ്പുണ്ടല്ലോ, പിന്നെ എന്തിനാണ് കടലിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവർ പറയുന്നത് ഈ 4 ദിവസം പണിയില്ലാതെ എങ്ങനെ വീട്ടിലിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിൽ ചെറിയൊരു വാസ്തവം ഉണ്ടെങ്കിൽ പോലും കടലാക്രമണത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണം എന്നൊരു മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സമുദ്ര പഠന കേന്ദ്രവും നൽകുന്നുണ്ട്. പക്ഷെ എന്നാലും രാവിലെ തന്നെ എന്നാൽ അതേസമയം കടൽ എപ്പോൾ വേണമെങ്കിലും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, ചെറിയ ഒരു കുഞ്ഞു വെള്ളം കാണുന്നുണ്ട്, വലിയ വെള്ളവും കാണുന്നുണ്ട്. അതിലൊക്കെ മത്സ്യത്തൊഴിലാളികൾ രാവിലെ പോവുകയാണ്. നിലവിൽ കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ പാടില്ല. കാര്യം എപ്പോൾ വേണമെങ്കിലും കടൽ പ്രക്ഷുബ്ധമായേക്കാം എന്നുള്ളതാണ്. പക്ഷേ 2, 3, 4 ദിവസങ്ങളൊക്കെ ഇങ്ങനെ കടലിൽ പോവാതെ കഴിഞ്ഞാൽ പട്ടിണിയാവും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർക്ക് കാര്യങ്ങളായിട്ട് ചെലവിന് കൊടുക്കണം. അപ്പോൾ അതിനൊന്നും കഴിയാതെ വരുമ്പോൾ പാവങ്ങൾ ബോട്ടും എടുത്ത് പോവുകയാണ്. ജീവിതം കയ്യിൽ പിടിച്ചുള്ള പോക്കാണ്. നമ്മളൊക്കെ മത്സ്യമൊക്കെ വാങ്ങി കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2, 3 രൂപയ്ക്കൊക്കെ വല്ലാതെ വിലപേശും. അങ്ങനെയൊന്നും വിലപേശരുത്. പൈസ പക്ഷേ ഇവരുടെ കയ്യിലെത്തിയാൽ അത്രയും കൊള്ളാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 14 മിനിറ്റ്. നമുക്കൊപ്പം അർജുൻ മട്ടന്നൂർ കൂടിയുണ്ട്. അർജുൻ മട്ടന്നൂർ, മൊത്തത്തിൽ സംസ്ഥാനത്ത് ഇന്നിപ്പോൾ രാവിലെ കാര്യമായ മഴ ഒരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊച്ചിയിൽ എന്താ അവസ്ഥ? അതേപോലെ മലയോര മേഖലകളിലും? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. എറണാകുളം ജില്ലയിലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കാർമേഘങ്ങളൊന്നും തന്നെയില്ല. പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ്. എല്ലാ ദിവസവും രാവിലെയും ഉച്ചക്കുമൊക്കെ തന്നെ ഇതേ അവസ്ഥയാണ്. പക്ഷേ ഉച്ച കഴിയുമ്പോൾ സ്വഭാവം മാറുകയാണ് കാലാവസ്ഥയുടെ. ശക്തമായ മഴ, ഇടിമിന്നലോട് കൂടിയ മഴയാണ് ഉണ്ടാകുന്നത്. ഇന്നലെ രാത്രി പക്ഷേ പൊതുവെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം തന്നെയാണ് ജില്ലയിൽ അനുഭവപ്പെട്ടത്. പക്ഷേ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 3 മണിക്കൂറോളം പല ഭാഗങ്ങളിലായി ശക്തമായ മഴ പെയ്തു. ഇടിമിന്നലോട് കൂടിയ മഴയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇലഞ്ഞി കൊല്ലക്കൊമ്പിൽ ഗോപിനാഥൻ എന്നൊരാളുടെ വീട് ഇടിമിന്നലിൽ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയുള്ള ഗൃഹോപകരണങ്ങളടക്കം നശിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ അങ്കമാലി, ആലുവ അടക്കമുള്ള മേഖലകളിൽ ഇന്നലെ സന്ധ്യയോടുകൂടി വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. അതിനെ തുടർന്ന് ഗതാഗത കുരുക്കും രൂക്ഷമായി തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും രാത്രിയോടുകൂടി മഴ മാറി. അതോടൊപ്പം തന്നെ ഗതാഗത കുരുക്ക് പഴയ പോലെ കുരുക്കും മാറിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ വൈകിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഓക്കെ, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളില്ല. ബാക്കി ജില്ലകളിലൊക്കെ യെല്ലോ അലേർട്ടുകൾ മാത്രമേ ഉള്ളൂ. ഒരിടത്തും ഓറഞ്ച് അലേർട്ടില്ല. അപ്പോൾ കാര്യമായിട്ട് മഴ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. രാവിലെ ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴയില്ലെന്ന് കരുതി കുടയെടുക്കാൻ മറക്കരുത്. എപ്പോൾ വേണമെങ്കിലും വേഷം മാറാവുന്നത് പോലെയാണ് തുലാവർഷം. തുലാവർഷത്തിൻ്റെ പ്രത്യേകതയും അങ്ങനെയാണ്. പ്രസന്നമായി നിൽക്കും. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഇടിയും പിന്നെ ബഹളവും മിന്നലും ഒക്കെയായി.